40 Rules of Love, Part 6. നോർത്താംപ്ടൺ, മെയ് 18, 2008. ഡേവിഡും ഷെനറ്റുമായുമുള്ള വാഗ്വാദത്തെ തുടർന്നുണ്ടായ സമ്മർദ്ദം മൂലം ആകെ തളർന്നിരുന്ന എല്ലയ്ക്ക് മധുരമാർന്ന ദൈവനിന്ദയുടെ വായന കുറെ നേരത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു. തിളച്ചുമറിയുന്ന ഒരു കുട്ടകത്തിൻ്റെ അടപ്പ് പൊടുന്നനെ ഉയർത്തി ആവി മുഖത്തേറ്റ പോലെ തോന്നി അവൾക്ക്. പഴയ കലഹങ്ങളുടെയും പുതിയ നൈരാശ്യങ്ങളുടെയും പെട്ടെന്നുള്ള പുറന്തള്ളൽ. ദൗർഭാഗ്യവശാൽ അടപ്പ് നീക്കിയത് മറ്റാരുമല്ല, അവൾ തന്നെയായിരുന്നു. സ്കോട്ടിൻ്റെ ഫോണിലേക്ക് വിളിച്ച് അവനോട് തന്നെ മകളെ വിവാഹം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അത് ചെയ്തത്. ആ ഫോൺ സംഭാഷണത്തിൽ താൻ പറഞ്ഞ എല്ലാത്തിനെയും ചൊല്ലി പിന്നീട് അവൾ തൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം പശ്ചാത്തപിക്കേണ്ടി വന്നു. എന്നാൽ മെയ് മാസത്തിലെ ആ ദിവസം തൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണിനെക്കുറിച്ചും തന്നെക്കുറിച്ചും അവൾക്ക് ഉത്തമ വിശ്വാസമായിരുന്നു. തൻ്റെ കടന്നുകയറ്റത്തിൻ്റെ പ്രത്യാഘാതങ്ങളെയും അവൾക്ക് ചുഴിഞ്ഞു ചെല്ലാനായില്ല. ഹായ് സ്കോട്ട്, ഇത് ഷെനറ്റിൻ്റെ അമ്മയാണ് എല്ല. തൻ്റെ മകളുടെ കൂട്ടുകാരനെ പതിവായി വിളിക്കാറുള്ളതുപോലെ പ്രസന്നത വരുത്തി അവൾ പറഞ്ഞു. ഒരു മിനിറ്റ് സംസാരിക്കാൻ കഴിയുമോ? മിസ്സിസ് റോബിൻസ്റ്റൈൻ, തീർച്ചയായും പറയൂ. സംസ്കാരശുദ്ധതയോടെയാണെങ്കിലും അമ്പരന്നു പോയ സ്കോട്ട് വിക്കി. തനിക്ക് അവനെതിരെ വ്യക്തിപരമായി ഒന്നുമില്ലെങ്കിലും തൻ്റെ മകളെ വിവാഹം ചെയ്യാനുള്ള പ്രായമോ ജീവിത പരിചയമോ അവനായിട്ടില്ലെന്ന് എല്ലാ മര്യാദ ഒട്ടും കുറവില്ലാതെ തന്നെ അവനോട് പറഞ്ഞു. ഇപ്പോൾ താനിത് പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം തോന്നുമെങ്കിലും ഭാവിയിൽ അധികം വൈകാതെ തന്നെ അവന് തന്നെ മനസ്സിലാകുമെന്നും യഥാസമയം പിന്തിരിപ്പിച്ചതിന് അവൻ തന്നോട് നന്ദി പറയുമെന്നു കൂടി അവൾ കൂട്ടിച്ചേർത്തു. അതുവരെ വിവാഹം എന്ന വിഷയം ഉപേക്ഷിക്കാനും ഈ ഫോൺ സംഭാഷണം നമ്മൾ രണ്ടുപേർക്കുമിടയിൽ മാത്രം സൂക്ഷിക്കണമെന്നും അവൾ അവനോട് ആവശ്യപ്പെട്ടു. കനത്തുഭാരമേറിയ ഒരു നിശബ്ദത അവിടെയുണ്ടായി. മിസ്സിസ് റോബിൻസ്റ്റൈൻ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒടുവിൽ സ്വരം വീണ്ടു കിട്ടിയപ്പോൾ സ്കോട്ട് പറഞ്ഞു. ഷെനറ്റും ഞാനും പ്രണയത്തിലാണ്. അത് തന്നെ വീണ്ടും പ്രേമം. എല്ലാ വാതിലുകളും അവർക്കായി തുറന്നു തരുമെന്ന് വിശ്വസിക്കാൻ മനുഷ്യർക്ക് എത്ര നിസ്സാരമായി കഴിയുന്നു. അത്ഭുതകരമായ ഒരൊറ്റ സ്പർശനത്തിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു മാന്ത്രിക ദണ്ഡായിട്ടാണ് അവർ പ്രേമത്തെ നോക്കിയത്. എന്നാൽ എല്ല ഇതൊന്നുമല്ല പറഞ്ഞത്. പകരം അവൾ പറഞ്ഞു, നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാനാകും. എന്നെ വിശ്വസിക്കൂ, എനിക്കത് മനസ്സിലാകും. പക്ഷേ നീ വളരെ ചെറുപ്പമാണ്. ജീവിതം നീണ്ടതും. ആർക്കറിയാം, നാളെ നീ മറ്റൊരാളുമായി പ്രേമത്തിലായിരിക്കാം. മിസ്സിസ് റോബിൻസ്റ്റൈൻ, നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇതേ നിയമം നിങ്ങൾ അടക്കം എല്ലാവർക്കും ബാധകമാകുമെന്ന് തോന്നുന്നില്ലേ? ആർക്കറിയാം, നാളെ നിങ്ങളും മറ്റൊരാളുമായി പ്രേമത്തിൽ വീഴാമല്ലോ. ഉദ്ദേശിച്ചതിലും ഉച്ചത്തിലും ദീർഘമായും എല്ലയുടെ പരിഹാസച്ചിരി ഉയർന്നു. ഞാൻ വിവാഹിതയായ സ്ത്രീയാണ്. ജീവിതകാലത്തേക്ക് മുഴുവനായുള്ള തിരഞ്ഞെടുപ്പാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. എൻ്റെ ഭർത്താവും അങ്ങനെയാണ്. അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. വിവാഹം ഗൗരവമുള്ള തീരുമാനമാണ്. അത് വളരെ സൂക്ഷിച്ച് പരിഗണിക്കേണ്ടതാണ്. അനിശ്ചിതമായ ഒരു ഭാവി കാലത്ത് ഏതോ ഒരാളുമായി ഞാൻ ഒരു പക്ഷേ പ്രേമത്തിൽ വീണേക്കാമെന്ന കാരണത്താൽ ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളുടെ മകളെ ഞാൻ ഇപ്പോൾ വിവാഹം ചെയ്യരുതെന്നാണോ നിങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്കോട്ട് ചോദിച്ചു. നൈരാശ്യവും വ്യഥയും നിറഞ്ഞ സംഭാഷണം അവിടെ നിന്ന് താഴേക്ക് പോയി. ഒടുവിൽ അവർ ഫോൺ വയ്ക്കുമ്പോൾ എല്ലാം നേരെ പോയത് അടുക്കളയിലേക്കാണ്. എന്നിട്ട് വൈകാരികമായ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴെല്ലാം ചെയ്യുന്ന പ്രവൃത്തിയിലേർപ്പെട്ടു. അവൾ പാചകം ചെയ്തു. അരമണിക്കൂറിന് ശേഷം അവൾക്ക് ഭർത്താവിൽ നിന്ന് ഒരു വിളി വന്നു. നീ സ്കോട്ടിനെ വിളിച്ച് നമ്മളുടെ മകളുടെ വിവാഹം ചെയ്യരുതെന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ശരിക്കും അത് ചെയ്തുവോ? എല്ലാ വാ പളിച്ചുപോയി. ഓ, വാക്ക് വെളിയിൽ ചാടുന്നത് എത്ര വേഗത്തിലാണ്. എന്താണുണ്ടായതെന്ന് ഞാൻ പറയാം. എന്നാൽ ഡേവിഡ് അവളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഉത്കണ്ഠയോടെ പറഞ്ഞു. വിശദീകരിക്കാനൊന്നുമില്ല. നീ ചെയ്തത് തെറ്റിപ്പോയി. സ്കോട്ട് അത് ഷെനറ്റിനോട് പറഞ്ഞു. വളരെ വിഷമത്തിലാണ് അവളിപ്പോൾ. കുറേ ദിവസം കൂട്ടുകാർക്കൊപ്പമായിരിക്കും അവൾ താമസിക്കുക. അവൾ നിന്നെ കാണാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അയാളൊന്ന് നിർത്തി. എനിക്കവളെ കുറ്റപ്പെടുത്താനാവില്ല. ആ വൈകുന്നേരം ഷെനറ്റ് മാത്രമല്ല വീട്ടിലേക്ക് വരാതിരുന്നത്. പെട്ടെന്നുണ്ടായ ഒരു അടിയന്തര ആവശ്യത്തെപ്പറ്റി ഡേവിഡ് അവൾക്ക് ഒരു സന്ദേശം അയച്ചു. എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അയാൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അതാകട്ടെ അവരുടെ ദാമ്പത്യത്തിൻ്റെ തത്വത്തിന് എതിരുമായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളുമായി അയാൾ ശൃംഗരിക്കുന്നുണ്ടാവാം.
അവർക്കൊപ്പം കിടക്കാനും അവർക്കായി പണം ചെലവഴിക്കാനും മടിയുള്ള ആളുമല്ല അയാൾ. അതെല്ലാം അവൾക്കറിയാവുന്നതാണ്. എന്നാൽ എന്നും അയാൾ വൈകിട്ട് വീട്ടിലെത്താറുണ്ട്. എന്തെല്ലാം പൊരുത്തക്കേടുകൾ ഉണ്ടായാലും അവൾ വെച്ചു വിളമ്പും. തൻ്റെ പാത്രത്തിൽ വിളമ്പുന്നതെല്ലാം അയാൾ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യും. ഓരോ തവണ തീന്മേശ വിടുമ്പോഴും അയാൾ അവളോട് നന്ദി പറയാനും മറക്കാറില്ല. അയാളുടെ വിശ്വാസവഞ്ചനകൾക്ക് രഹസ്യഭാഷയിലുള്ള ഒരു തരം മാപ്പപേക്ഷയായിട്ടാണ് അവൾ ആ നന്ദി പറച്ചിലിനെ എടുത്തിരുന്നത്. അവൾ അയാളോട് പൊറുത്തു. അവൾ എന്നും അങ്ങനെയാണ് ചെയ്തത്. എന്നാൽ ഇതാദ്യമായാണ് അവളുടെ ഭർത്താവ് ഇതുപോലെ പെരുമാറിയത്. ഈ മാറ്റത്തിന് എല്ല സ്വയം പഴിച്ചു. പക്ഷേ അവിടെയും കുറ്റബോധമായിരുന്നു എല്ല റോബിൻസന്റെ ഇടപ്പേര്. ഇരട്ടകൾക്കൊപ്പം മേശയ്ക്ക് മുന്നിലിരിക്കെ എല്ലയുടെ കുറ്റബോധം വിഷാദത്തിന് വഴിമാറി. പിസ്സ ഓർഡർ ചെയ്യാനുള്ള എവിയുടെ അപേക്ഷയെയും ഒന്നും കഴിക്കാതിരിക്കാനുള്ള ഓർലിയുടെ ശ്രമങ്ങളെയും അവൾ ചെറുത്തു. വീട്ടിലുണ്ടാക്കിയ ചോറും കറികളും കുട്ടികളെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. പുറമെ അവൾ എല്ലാ കാര്യങ്ങളിലും കരുതലുള്ള അമ്മയായി എന്നത്തെയും പോലെ പെരുമാറിയെങ്കിലും ഉള്ളിൽ കടുത്ത നൈരാശ്യം ഉയരുന്നതായി അവൾ അറിഞ്ഞു. പിത്തം പോലെ കടുത്ത ചവർപ്പ് വായ്ക്കകം നിറയുന്നതും. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അടുക്കള മേശയിൽ അവൾ തനിച്ചിരുന്നു. തനിക്ക് ചുറ്റുമുള്ള നിശബ്ദത ഭാരമേറിയതും അസ്വാസ്ഥ്യജനകവുമാണെന്ന് അവൾ കണ്ടു. താനുണ്ടാക്കിയ ഭക്ഷണം മണിക്കൂറുകളുടെ കഠിനാധ്വാന ഫലം വിരസവും മടുപ്പിക്കുന്നതുമാണെന്ന് മാത്രമല്ല എളുപ്പത്തിൽ പകരം വയ്ക്കാനാവുന്നതുമാണെന്ന് അവൾക്ക് തോന്നി. തന്നോട് തന്നെ അവൾക്ക് പാവം തോന്നി. 40-ലെത്തിയിട്ടും സ്വന്തം ജീവിതത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ തനിക്ക് കഴിയാത്തത് എത്ര കഷ്ടമാണെന്ന് അവൾ ആലോചിച്ചു. കൊടുക്കാനായി അവൾക്കുള്ളിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ അതാർക്കും വേണ്ടായിരുന്നു. മധുരമാർന്ന ദൈവനിന്ദയിലേക്ക് അവളുടെ വിചാരങ്ങൾ തിരിഞ്ഞു. തെബിരിസിലെ ഷംസ് എന്ന കഥാപാത്രം അവളെ രഹസ്യമായി സ്വാധീനിക്കാൻ തുടങ്ങി. അയാളെപ്പോൾ ഒരാൾ അടുത്തില്ലെങ്കിൽ നല്ല രസമായിരിക്കും. അവൾ തന്നോട് തന്നെ ഒരു തമാശയായി പറഞ്ഞു. അത്തരമൊരാൾക്കൊപ്പം ഇരുന്നാൽ ഒരു ദിവസവും വിരസമാകില്ല. ഇരുണ്ട നിറമാർന്ന ദീർഘകായനായ നിഗൂഢനായ ഒരു പുരുഷന്റെ രൂപം ആ സമയം അവളുടെ മനസ്സിൽ എങ്ങനെയോ പൊന്തി വന്നു. ലെതർ പാൻസും മോട്ടോർ സൈക്കിൾ ജാക്കറ്റും ധരിച്ച് ചുമലുകളോളം നീണ്ട മുടിയുള്ള ഒരാൾ. ചുവന്ന് തിളക്കമുള്ള ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്കാണ് അയാൾ ഓടിച്ചിരുന്നത്. അതിൻ്റെ ഹാൻഡിൽ ബാറിൽ നിന്ന് പല വർണ്ണത്തിലുള്ള തൊങ്ങലുകൾ പാറി പറന്നു. ആ ചായയ്ക്ക് നേരെ അവൾ പുഞ്ചിരിച്ചു. മോട്ടോർ ബൈക്കിൽ സുന്ദരനും കാമരൂപനുമായ ഒരു സൂഫി വിജനമായ ഹൈവേയിലൂടെ വേഗത്തിൽ പോകുന്നു. വഴിയോരത്ത് നിന്ന് ആ ബൈക്കിനു കൈകാട്ടി അയാൾക്ക് പിന്നിൽ കയറി പോകുന്നത് രസമായിരിക്കില്ലേ? തൻ്റെ കൈത്തലം ഷംസ് വായിക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹം എന്തായിരിക്കും കാണുക എന്ന് എല്ലാം അപ്പോൾ അത്ഭുതപ്പെട്ടു. ഇരുണ്ട വിചാരങ്ങളുടെ അഭിചാരവേദിയായി തൻ്റെ മനസ്സ് ഓരോ സമയവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അവളോട് വിശദീകരിക്കുമോ? അല്ലെങ്കിൽ വലിയ സ്നേഹമുള്ള കുടുംബം ഉണ്ടായിരിക്കുമ്പോഴും അവൾ അങ്ങേയറ്റം ഏകാന്തയായി തീരുന്നത് എങ്ങനെയെന്നോ? ഏതൊക്കെയാണ് അവളുടെ തേജോവലയത്തിലെ നിറങ്ങൾ? അവ തെളിഞ്ഞും തിളക്കമാർന്നുമാണോ ഇപ്പോൾ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും? അപ്പോൾ അവിടെ വെച്ച് അടുക്കള മേശയിൽ തനിച്ചിരിക്കവേ ഓവനിൽ നിന്നും നേർത്ത വെളിച്ചത്തിൻ്റെ തിളക്കത്തിലാണ് തൻ്റെ ഉദ്ധതമായ നിഷേധങ്ങൾക്കും ഏതു വേദനയിലും ശാന്തത പാലിക്കാനുള്ള കഴിവിനുമപ്പുറം ഉള്ളിൽ ആഴത്തിൽ പ്രേമത്തിനായി അവൾ ദാഹിച്ചിരുന്നുവെന്ന് എല്ലാം തിരിച്ചറിഞ്ഞത്. ഷംസ്. സമർഖന്ദിനു പുറത്തെ ഒരു സത്രം, മാർച്ച് 1242. ഏകാന്തതയുടെ ഭാരത്താൽ വ്യത്യസ്ത സ്വപ്നങ്ങളിലാണ്ട് ആ സത്രത്തിൻ്റെ മുകൾ നിലയിൽ ഒരു ഡസനിലേറെ യാത്രക്കാർ ക്ഷീണിച്ചുറങ്ങുന്നുണ്ടായിരുന്നു. വിയർപ്പും പൂപ്പലും അടിഞ്ഞ മുകൾ തട്ടിലെ കിടക്കയ്ക്ക് നഗ്നപാതനായി വലിഞ്ഞുകീറിയ ഞാൻ ഇരുട്ടിൽ ആ ദിവസത്തെ സംഭവങ്ങളെ സൂക്ഷ്മ വിശകലനം ചെയ്തു കിടന്നു. എൻ്റെ അജ്ഞത കൊണ്ടോ വെപ്രാളം കൊണ്ടോ എനിക്ക് തിരിച്ചറിയാനാകാതെ പോയ ഏതെങ്കിലും ദൈവിക ദർശനം അക്കൂട്ടത്തിലുണ്ടായിരുന്നോ എന്നും ഞാൻ ഓർത്തുനോക്കി. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എനിക്ക് ദർശനങ്ങൾ കിട്ടാറുണ്ടായിരുന്നു. അശരീരികൾ ഞാൻ കേട്ടിരുന്നു. ഞാൻ എപ്പോഴും ദൈവത്തോട് സംസാരിച്ചു. അവൻ എപ്പോഴും എന്നോടും പ്രതികരിച്ചു. ഒരു മന്ത്രണം പോലെ നേർത്ത്. ചില ദിവസങ്ങളിൽ ഞാൻ 7ാം ആകാശം വരെ ഉയർന്നുപോയി. എന്നിട്ട് അവിടെ നിന്ന് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ കിടങ്ങിലേക്ക് പതിച്ചു.
മൺഗന്ധത്തിൽ നിറഞ്ഞ ഭീമൻ ഓക്ക് മരങ്ങൾക്കും മധുരമാർന്ന ചെസ്റ്റ്നട്ടുകൾക്കുമിടയിൽ അടക്കം ചെയ്യപ്പെട്ട ഒരു പാറയെപ്പോലെ ഞാൻ അവിടെ മറഞ്ഞു കിടന്നു. പലപ്പോഴും ഭക്ഷണത്തോടുള്ള ആഗ്രഹം പോലും നഷ്ടമായി. ദിവസങ്ങളോളം ഞാൻ ഒന്നും കഴിക്കാതെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും എന്നെ തീരെ പേടിപ്പിച്ചില്ല. ഇതൊന്നും ആരോടും പറയരുതെന്ന പാഠവും കാലക്രമത്തിൽ ഞാൻ പഠിച്ചു. മനസ്സിലാകാത്ത കാര്യങ്ങൾ നിസ്സാരമായി തള്ളാനാണ് മനുഷ്യർക്ക് താല്പര്യം. ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. എൻ്റെ ദർശനങ്ങളെ ആദ്യം തെറ്റായി വിധിച്ചത് എൻ്റെ ഉപ്പ തന്നെയായിരുന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ കാവൽ മാലാഖയെ ദിവസവും ദർശനം ചെയ്യാൻ തുടങ്ങിയത്. മറ്റെല്ലാവർക്കും ഇതേ അനുഭവമുണ്ടെന്ന മൂഢവിചാരത്തിലായിരുന്നു ഞാൻ. ഒരു ദിവസം എൻ്റെ ഉപ്പ എന്നെ ദേവദാരുകൊണ്ട് പെട്ടി ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തെപ്പോലെ ഒരു ദിവസം ഞാനും ഒരു മരപ്പണിക്കാരനായി തീരുമെന്ന് അദ്ദേഹം കരുതിയിരിക്കണം. അപ്പോഴാണ് കാവൽ മാലാഖയെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. "നിന്റേത് ഭ്രാന്തൻ ഭാവനയാണ് മകനെ," എൻ്റെ ഉപ്പ വിരസതയോടെ പറഞ്ഞു. "ഇതാരോടും പറയാൻ നിൽക്കണ്ട. നിന്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. നമ്മുടെ നാട്ടുകാരെ വീണ്ടും പ്രയാസത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല." ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയൽവാസികൾ എന്നെപ്പറ്റി എൻ്റെ മാതാപിതാക്കളോട് പരാതി പറഞ്ഞിരുന്നു. ഞാൻ വിചിത്രമായി പെരുമാറുന്നുവെന്നും അവരുടെ കുട്ടികളെ പേടിപ്പിക്കുന്നുവെന്നുമായിരുന്നു പരാതി. "നിന്റെ രീതികൾ എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ. നിന്റെ മാതാപിതാക്കൾക്കുള്ളതിനേക്കാൾ വിശേഷിച്ച് നിനക്കൊന്നുമില്ലെന്ന് എന്താണ് നീ മനസ്സിലാക്കാത്തത്?" എൻ്റെ ഉപ്പ പറഞ്ഞു. "ഓരോ കുട്ടിയും മാതാപിതാക്കളുടെ വഴി പിന്തുടരുന്നു. നീയും അങ്ങനെയാവണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവരുടെ സ്നേഹത്തിനു വേണ്ടി ദാഹിച്ചിരുന്നുവെങ്കിലും അവർ എനിക്ക് അപരിചിതരാണെന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഉപ്പ, അങ്ങയുടെ മറ്റു മക്കളുടെ അതേ മൂശയിലല്ല ഞാനുണ്ടായത്. കോഴികൾ വളർത്തിയ താറാവിൻ കുഞ്ഞാണ് ഞാനെന്ന് അങ്ങ് കരുതുക. ഒരു കോഴിക്കൂട്ടിൽ ജീവിതം അത്രയും ചെലവഴിക്കാൻ വിധിക്കപ്പെട്ട വളർത്തുപക്ഷിയല്ല ഞാൻ. അങ്ങയെ പേടിപ്പിക്കുന്ന വെള്ളം എന്നെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങയെപ്പോലെയല്ല ഞാൻ. എനിക്ക് നീന്താൻ അറിയാം. ഞാൻ നീന്തിപ്പോകും. കടലാണ് എൻ്റെ ജന്മദേശം. അങ്ങോട്ട് എന്നോടൊപ്പമാണെങ്കിൽ കടലിലേക്ക് വരിക. അങ്ങ് എന്നോടൊപ്പമാണെങ്കിൽ കടലിലേക്ക് വരിക. അങ്ങനെയല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തലയിടുന്നത് നിർത്തിയിട്ട് കോഴിക്കൂട്ടിലേക്ക് തിരിച്ചു പോകുക." എൻ്റെ ഉപ്പയുടെ കണ്ണുകൾ തള്ളി വന്നു. പിന്നെ അവ ചെറുതായി വിദൂരമായി. "ഇങ്ങനെയാണ് നീ നിന്റെ ഉപ്പയോട് ഇപ്പോൾ സംസാരിക്കുന്നതെങ്കിൽ," അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു, "നീ വലുതാകുമ്പോൾ നിന്റെ ശത്രുക്കളോട് എങ്ങനെയായിരിക്കും സംസാരിക്കുക?" എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ അവഹേളനമായിക്കൊണ്ട് ഞാൻ മുതിർന്നിട്ടും എൻ്റെ ദർശനങ്ങൾ എന്നെ വിട്ടുപോയില്ല. മാത്രമല്ല അവ കൂടുതൽ തീവ്രവും പിടിമുറുക്കുന്നതുമായി. മാതാപിതാക്കളെ ഞാൻ അസ്വസ്ഥമാക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. അവരെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് കുറ്റബോധവും തോന്നി. സത്യമെന്തെന്ന് വെച്ചാൽ ഈ ദർശനങ്ങൾ എങ്ങനെ നിർത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ അതറിയാമെങ്കിലും ഞാൻ ആ ദർശനങ്ങൾ നിർത്താൻ പോകുമെന്നും എനിക്ക് തോന്നിയില്ല. എല്ലാവരുടെയും നന്മയെ കരുതി താമസിയാതെ ഞാൻ വീട് വിട്ടു. അതിൽ പിന്നീട് തബരീസ് മിനുസവും മധുരവുമാർന്ന വാക്കായി എൻ്റെ നാവിൽ അലിഞ്ഞുപോകും വിധം നേർത്തതും നല്ലതും. 3 ഗന്ധങ്ങളാണ് ഈ സ്ഥലത്തിൻ്റെ ഓർമ്മകൾക്കൊപ്പം വരുന്നത്. മുറിച്ച മരക്കഷണങ്ങൾ, അവിൻ കേക്കുകൾ, മഞ്ഞിൻ്റെ ഉന്മേഷമാർന്ന ഗന്ധം. അന്നുമുതൽ ഞാനൊരു അലയുന്ന ദർവീഷാണ്. ഒരേ സ്ഥലത്ത് ഒരു തവണയിലധികം ഉറങ്ങാതെ, ഒരു പന്തിയിൽ ഒരു പാത്രത്തിൽ 2 വട്ടം കഴിക്കാതെ, ഓരോ ദിവസവും വ്യത്യസ്തമായ മുഖങ്ങൾ എനിക്കു ചുറ്റും കണ്ടുകൊണ്ട് ഞാൻ അലയുന്നു. സ്വപ്നവ്യാഖ്യാനം നടത്തി നേടുന്ന ചില്ലിക്കാശു മതി എനിക്കു വിശപ്പടക്കാൻ. മുകളിലും താഴെയും ദൈവത്തെ തിരഞ്ഞ് ഈ അവസ്ഥയിൽ കിഴക്കും പടിഞ്ഞാറും ഞാൻ ചുറ്റി നടക്കുന്നു. അറിയാനാകുന്ന ജ്ഞാനവും ജീവിക്കാൻ യോഗ്യമായ ജീവിതവും ഞാൻ എവിടെയും തിരയുന്നു. എവിടെയും വേരുകളില്ലാത്തതിനാൽ എനിക്ക് എവിടെയും പോകാനുമാകും. എൻ്റെ യാത്രകളിൽ ഞാൻ എല്ലാ വഴികളിലൂടെയും പോയിട്ടുണ്ട്. പ്രശസ്തമായ വാണിജ്യപാതകൾ മുതൽ ദിവസങ്ങളോളം യാത്ര ചെയ്താലും ഒരു മനുഷ്യജീവിയെപ്പോലും കണ്ടെത്താൻ കഴിയാത്ത വിസ്മൃത പാതകളിലൂടെ വരെ. കരിങ്കടലിൻ്റെ തീരങ്ങൾ മുതൽ പേർഷ്യയിലെ നഗരങ്ങൾ വരെ. മധ്യേഷ്യയിലെ വിസ്തൃതമായ പർവ്വതനിരകൾ മുതൽ അറേബ്യയിലെ മണലാരണ്യങ്ങൾ വരെ. കൊടുംവനങ്ങളിലൂടെയും പുൽമേടുകളിലൂടെയും മരുഭൂമികളിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. സത്രങ്ങളിലും ഹോസ്റ്റലുകളിലും താമസിച്ചിട്ടുണ്ട്. പൗരാണിക ഗ്രന്ഥാലയങ്ങളിൽ ചെന്ന് പണ്ഡിതരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മക്തബുകളിൽ ചെറിയ കുട്ടികൾ പാഠം പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. മദ്രസകളിൽ വിദ്യാർത്ഥികളുമായി ലോജിക്കും തഫ്സീറും ചർച്ച ചെയ്തിട്ടുണ്ട്.
ക്ഷേത്രങ്ങളും സന്യാസമഠങ്ങളും പ്രാർത്ഥനാലയങ്ങളും സന്ദർശിച്ചു. ഗുഹകളിൽ മുനിമാർക്കൊപ്പം ധ്യാനിച്ചു. ദർവിഷുമാർക്കൊപ്പം ദിക്ർ ചൊല്ലി. മഹർഷിമാർക്കൊപ്പം വ്രതമെടുത്തു. മതനിഷേധികൾക്കൊപ്പം ഉണ്ടു. നിറനിലാവിൽ ഷമാനുകൾക്കൊപ്പം നൃത്തം ചെയ്തു. എല്ലാ കാലങ്ങളിലെയും എല്ലാ മേഖലകളിലെയും എല്ലാത്തരം വിശ്വാസങ്ങളിലെയും മനുഷ്യരെ അറിയാൻ ഇടയായി. അത്ഭുതങ്ങളും ദൗർഭാഗ്യങ്ങളും ഒരേപോലെ കണ്ടു.